മഴയെ തുടർന്ന് കിഴക്കൻ സുഡാനിൽ അണക്കെട്ട് തകർന്ന് 30 പേർ മരിച്ചതായും 20 ഗ്രാമങ്ങൾ ഒലിച്ചുപോയതായും ഐക്യരാഷ്ട്രസഭ വൃത്തങ്ങൾ അറിയിച്ചു. മരണസംഖ്യ ഉയരാൻ ഇനിയും ഇടയുണ്ട്. മാസങ്ങളായി ആഭ്യന്തര യുദ്ധത്തിൽ മുങ്ങിയ രാജ്യം പ്രകൃതി ദുരന്തം കൂടിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ തകർന്നിരിക്കുകയാണ്. 150-നും 200-നും ഇടയിൽ ആളുകളെ കാണാതായിട്ടുണ്ട്. 50,000-ഓളം ആളുകൾക്ക് കിടപ്പാടം ഇല്ലാതായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോർട്ട് സുഡാനിൽ നിന്ന് 40 കിലോമീറ്റർ വടക്ക് അർബാദ് അണക്കെട്ടാണ് ഞായറാഴ്ച പെയ്ത കനത്ത മഴയെ തുടർന്ന് തകർന്നത്. പ്രദേശം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതിയും ജല പൈപ്പുകളും തകർന്നതായും റെഡ് സീ സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി മേധാവി ഒമർ ഈസ ഹാറൂൺ പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സ്വർണ്ണഖനി തൊഴിലാളികളുടെ മൃതദേഹങ്ങളും അവരുടെ ഉപകരണങ്ങളും ഒഴുകി നടക്കുന്നതായി കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. പോർട്ട് സുഡാനിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു അണക്കെട്ട്. വരും ദിവസങ്ങളിൽ നഗരം ശുദ്ധജലക്ഷാമത്തിന്റെ ഭീഷണിയിലാകുമെന്ന് സുഡാനീസ് എൻവയോൺമെന്റലിസ്റ്റ് അസോസിയേഷൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.